റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങി അത് ചെയ്തുകൊണ്ടേയിരിക്കും. പല സിറ്റുവേഷനിലും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് റെഡിയായി കിട്ടിയില്ലെങ്കിൽ നമുക്ക് 3 ഓപ്ഷൻസാണ് ഉള്ളത്. ഒന്നെങ്കിൽ നമുക്ക് നിർത്തി പോവാം, അതല്ലെങ്കിൽ ചെറിയ ബ്രേക്ക് എടുക്കാം, അതും അല്ലെങ്കിൽ ഒന്നും നോക്കാതെ മുന്നോട്ട് പോവാം. ഇത് ഞാൻ വെറുതെ എൻ്റെ കയ്യിൽ നിന്നെടുത്ത് പറയുന്ന കാര്യമല്ല. എൻ്റെ കഴിഞ്ഞ വീഡിയോസ് നിങ്ങൾക്ക് വാച്ച് ചെയ്താൽ മനസ്സിലാവും. ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന POP കളിക്കുന്നത് ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ് ചെയ്യുന്നത്. എന്തെങ്കിലും ചെയ്ത് ഫ്ലോപ്പായ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഒന്ന് തിരിഞ്ഞു നോക്കുക, ഏതൊക്കെ പ്രോസസ്സിലൂടെയാണ് നമ്മൾ കടന്നു പോയതെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എവിടെയാണ് നമുക്ക് പാളിപ്പോയെന്ന്. അങ്ങനെ ഞാനും പ്ലാസ്റ്റർ ഓഫ് പാരീസും തമ്മിലുള്ള കഥയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രാൻഡ് മാറ്റി നോക്കിയപ്പോൾ സംഭവം സെറ്റായി കിട്ടി. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കരുത്. കഴിഞ്ഞ ബ്രാൻഡ് കൊള്ളത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ എനിക്കത് യൂസ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടായിരിക്കും. ഈ ലെവലിലാണ് ചിന്തിച്ചു തുടങ്ങിയ പ്രശ്നങ്ങൾ കുറേ സോൾവ് ആവും. 3 പ്രാവശ്യം പ്ലാസ്റ്റർ ഓഫ് പാരീസ് കലക്കിയപ്പോഴും ഞാൻ ഒരേ ഇലയാണ് യൂസ് ചെയ്തിരുന്നത്. അത് നിങ്ങൾക്ക് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇലയുടെ സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അഡീഷണൽ ഒരു ഇല കൂടെ ഞാൻ അതിൽ വെച്ചിട്ടുള്ളത്. പ്ലാസ്റ്റർ ഓഫ് പാരീസും വെള്ളവും നിശ്ചിത റേഷ്യോയിൽ എത്തുമ്പോൾ അവിടെ ഒരു റിയാക്ഷൻ നടക്കും. അതുകൊണ്ട് തന്നെ അതിലൊരു ചൂട് അനുഭവപ്പെടും. കൈ കൊണ്ട് കലക്കുകയാണെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഒരു ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഞാനിത് എടുത്തു നോക്കുന്നത്. നല്ല രീതിക്ക് കട്ടായിട്ടുണ്ട്. ഇപ്രാവശ്യം ചെയ്തതിൽ ചെറിയ രീതിക്ക് ക്രാക്ക് വീണിട്ടുണ്ട്. എങ്കിലും ഞാനത് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതെന്താവും എന്നുള്ളത് അറിയില്ല. ഇത്ര കണ്ട സ്ഥിതിക്ക് ഒരു ലൈക്കും സബ്സ്ക്രൈബും തരല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.